കുറച്ച് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കണേ. ഞാൻ വലിയ വാഹനങ്ങൾ, അതായത് ഇന്നോവ പോലുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. കാരണം ഇന്നോവ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്, വേറെ സെഗ്മെന്റാണ്. അതിന് അത്ര പ്രൈസ് കൊടുക്കണം, 10-25 ലക്ഷത്തിന് മേലെ പ്രൈസ് കൊടുക്കണം. ഇതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ടോട്ടൽ റെസ്പോൺസ് ഫസ്റ്റ് ഗിയറിന് ശേഷമുള്ള ഓരോ ഗിയറിലും നമുക്ക് ഒരു നോർമൽ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം തന്നെ വണ്ടിയുടെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് നോക്കാം. മുന്നിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെയാണ് ഈ ഒരു പ്രൈസിൽ റെനോന് ഇതുപോലുള്ള വണ്ടികൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. കാരണം അത്രയും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യം ചെറിയൊരു സ്പേസിൽ പാർക്ക് ചെയ്യാനും എന്നാൽ വളരെ കംഫർട്ടബിളായിട്ട് പോകാനും 7 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വളരെ സുഖമായിട്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഫ്രണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഫ്രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ബോണറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബോണറ്റ് അത്യാവശ്യം ഹെവിയർ ആയിട്ടുള്ളൊരു ബോണറ്റാണ്. കമ്പാരിറ്റീവ്ലി ഈ പ്രൈസിൽ വരുന്ന മറ്റ് ബ്രാൻഡുകളിലൊക്കെ ബോണറ്റ് നമ്മളൊന്ന് പൊക്കിയൊക്കെ തന്നെ അറിയാം അതിൻ്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും ഹെവിയർ ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ബോണറ്റൊക്കെ സൈസ് വരുന്നത്. പിന്നെ ബോണറ്റിൽ നമുക്ക് ചെറിയ ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ബോണറ്റിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ ഒരു വാഹനം നമ്മുടെ ഗ്ലോബൽ എൻകാപ്പിൽ 4 സ്റ്റാർ സേഫ്റ്റി കിട്ടിയിട്ടുള്ളൊരു വാഹനം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് മാർക്കറ്റിലെ മറ്റ് വാഹനങ്ങൾ നോക്കുമ്പോൾ സേഫ്റ്റി റേറ്റിംഗ് ഒന്നും ആരും പറയുന്നില്ല. എന്നാൽ ഇവർ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം 7 സീറ്ററിൽ ഈ ഒരു പ്രൈസിൽ ഇറക്കണേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇട്ടാണ്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ ഞാൻ പ്രിഫർ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ കുന്നംകുളത്തുള്ള, അതായത് തൃശ്ശൂർ കുന്നംകുളത്തുള്ള റെനോൻ്റെ ഷോറൂമാണ്. പാറയമ്പാടത്താണ് കറക്റ്റ് സ്പോട്ട് വരുന്നത്. പിന്നെ നമുക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മണ്ണുത്തിയിൽ നമുക്കൊരു ഷോറൂം വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2 ഷോറൂമാണ് റെനോന് നമുക്ക് തൃശ്ശൂർ വരുന്നത്. അതിലൊന്ന് മണ്ണുത്തി, ഒന്ന് നമ്മുടെ കുന്നംകുളത്തുള്ള പാറയമ്പാടത്താണ്. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള, അവരത് കസ്റ്റമർ റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന നല്ലൊരു ടീമാണ്. അപ്പോൾ എല്ലാവർക്കും കുന്നംകുളത്തുള്ള റെനോ ഷോറൂമിലേക്ക് വന്ന് ഈ ഒരു വാഹനം എടുക്കാൻ ധൈര്യമായിട്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ അവിടെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ റെനോളിൻ്റെ ഏറ്റവും വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അവിടെയൊക്കെ നമുക്കൊരു ചെറിയ ക്രോം ഫിനിഷുകൾ വരുന്നുണ്ട്. മേ ബി ഒരു ടോപ്പ് മോഡൽസിലായിരിക്കും ഈ ഒരു ക്രോം ഫിനിഷുകൾ വരുന്നത്. അല്ലാത്തതിന് നമുക്ക് ജസ്റ്റ് ബ്ലാക്ക് ഗ്രിൽസ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഗ്രിൽസ് നോക്കുകയാണെങ്കിലും അവിടെ വളരെ മനോഹരമായിട്ടൊരു ഗ്രിൽസ് ഉണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരു ചെറിയ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ക്രോം ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. സോ ഓവറോൾ ഫ്രണ്ട് ഡിസൈനിൽ ഒരു ഔട്ട് ഓഫ് 10 എനിക്കൊരു 9 കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ പ്രൈസും കമ്പയർ ചെയ്യണം, അതിൻ്റെ ഫീച്ചേഴ്സും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റിംഗ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കൊടുക്കുന്നത്. ഫ്രണ്ട് ഡിസൈൻ അടിപൊളിയാണ്. ഫ്രണ്ട് ഡിസൈനെ പോലെ തന്നെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് സൈഡ് പ്രൊഫൈലും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം വാഹനത്തിന് 3990 mm ആണ് ലെങ്ത്ത് വരുന്നത്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1600 സംതിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1700 സംതിങ് വരുന്നുണ്ട്. വിഡ്ത്തിൻ്റെ കാര്യമാണെങ്കിലും റെയിലിൻ്റെ കാര്യമാണ് നമ്മൾ ഈ ഒരു റെയിലും അതുപോലെ മിററും കൂട്ടാത്ത രീതിയിലാണ് നമ്മൾ പറഞ്ഞത് ആ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. സോ ഡയമെൻഷൻ വൈസ് അത്യാവശ്യം വലിയൊരു വാഹനമാണ്. എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനമാണ്. ഞാൻ ബഡ്ജറ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാനുള്ള കാരണം റിയലി ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമായതുകൊണ്ടാണ്. ഇനി എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഏകദേശം 182 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. മേ ബി 7 സീറ്റർ ആയതുകൊണ്ട് എല്ലാവരും കയറിയ സമയത്ത് മേ ബി ചെറിയ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിന് മാറ്റം വന്നേക്കാം. എന്നാലും ഒരുവിധം ടെറൈൻസിലൊന്നും നമുക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ചില റോഡുകളിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അടിതെട്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഉണ്ടാവില്ല. RX എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൽ മാനുവൽ ട്രാൻസ്മിഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറർ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വണ്ടിക്ക് അലോയ് വീൽസ് അല്ല വരുന്നത്, പകരം ഫ്ലക്സ് വീൽസ് ആണ് വരുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അലോയ് വീൽസ് പോലെ തന്നെയാണ് തോന്നുന്നത്. അതും ഈ ഒരു വണ്ടിക്ക് കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലുക്കാണ് കൊടുക്കുന്നത്. നമുക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെയിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ 7 പേരെ വെച്ച് പോകുമ്പോൾ ലഗേജ് വെക്കാൻ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കെട്ടി വെച്ചുകൊണ്ട് പോകാവുന്നതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഏറ്റവും റിയർ സൈഡിലിരിക്കുന്ന ആൾക്കാർക്കും
കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ഇതുവരെ വാഹനത്തിന് ഒരു ഹൈറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം വേറൊരു ഹൈറ്റാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് റോയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇരുന്ന് നോക്കിയപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇതുവരെ ഒരു ഹൈറ്റും ഇവിടെ നിന്നിട്ട് ഹൈറ്റ് ഡിഫറൻസ് നമ്മുടെ സഫാരിയിലൊക്കെ തോന്നുന്നു ആ ഒരു സംഭവം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിലും അങ്ങനെയാണ് നമുക്ക് ഒരു കൂടുതൽ കംഫർട്ട് അവർ തരുന്നത്. ഇനി അടുത്ത് നമുക്ക് റിയർ സൈഡ് വ്യൂവിനെ പറ്റി സംസാരിക്കാം. റിയർ സൈഡ് വ്യൂ ഒക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം വന്നിട്ടുള്ള ട്രൈബറിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇനഫാണ് ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. ആ ഒരു റിയർ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ റിയർ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്രൈബറിൻ്റെ ഒരു ലോഗോ അവിടെ കാണാം, റെനോൾട്ടിൻ്റെ ഒരു ക്രോം ഫിനിഷ് ലോഗോ അവിടെയുണ്ട്. ഈ ഒരു മോഡൽ അതായത് RXZ മാനുവലിൽ നമുക്ക് റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ നമുക്കിവിടെ ഗ്ലാസ്സിലുമൊക്കെ ഫോഗ് കൺട്രോളിൻ്റെ കോയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ക്യാമറയൊക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ പാർക്കിംഗ് ക്യാമറകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ബൂട്ട് സ്പേസ് എത്രയുണ്ടെന്ന് നോക്കാം. ആക്ച്വലി ഇത് 5 സീറ്ററായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വളരെ വലിയ ബൂട്ട് സ്പേസാണ് കിട്ടുന്നത്. ഏകദേശം ഒരു 600 ലിറ്ററിൻ്റെ മേലെ നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു 7 സീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയൊരു ബൂട്ട് സ്പേസാണ് കിട്ടുന്നത്. പക്ഷേ അതൊരു ലിമിറ്റേഷനായിട്ട് തോന്നുന്നില്ല. കാരണം നമുക്കൊരു ഫാമിലിയിൽ എല്ലാ സമയത്തും നമ്മളൊരു 7 പേരെ വെച്ചിട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫാമിലീസാണ് കൂടുതലും. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മളൊരു 5 പേര് അല്ലെങ്കിൽ 6 പേര് വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ലഗേജസ് ഈ റിയർ സീറ്റ്സിൽ തന്നെ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ ലഗേജസ് ഉണ്ട്. 7 പേരുടെയും ലഗേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ടോപ്പ് സൈഡ് യൂസ് ചെയ്യേണ്ടി വരും, നമ്മുടെ റെയിലിൽ കെട്ടിക്കൊണ്ടുപോകണം ചെയ്യേണ്ടി വരും. ചെറിയ ബാഗുകൾ 2-3 ബാഗുകളൊക്കെ നമുക്ക് സ്കൂൾ ബാഗ് പോലത്തെ അല്ലെങ്കിൽ ബാക്ക് പാക്ക് പോലത്തെ ബാഗ്സുകളൊക്കെ വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസേ കൊടുക്കുന്നുള്ളൂ. കാരണം 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൈസിൽ 7 സീറ്റർ വരുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ബൂട്ട് സ്പേസ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് നമ്മൾ 7 പേര് ഇരിക്കുമ്പോഴാണ് ഒരു ലിമിറ്റേഷൻ ഉള്ളൂ കേട്ടോ. പക്ഷേ 5 പേരോ 6 പേരോ പോകുന്ന സമയത്ത് നമുക്ക് വേറെ പരിപാടി ചെയ്യാൻ പറ്റും. അതായത് ഓൾറെഡി നിങ്ങൾ കണ്ടായിരിക്കുന്നവരെ ഒന്നും കാണിക്കാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഒന്ന് പിടിച്ചിട്ട് വലിച്ചിട്ട് സീറ്റ് 45 ഡിഗ്രി ആക്കുക. ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ട ഈ സീറ്റിനെ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം വളരെ ഈസി ആയിട്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എവിടെയെങ്കിലും താഴെയിട്ട് വെച്ച് കഴിഞ്ഞാൽ കണ്ട വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്കിവിടെ കിട്ടി. ഇനിയിപ്പോൾ താഴെയുള്ള സംഭവം ഊരി വെക്കണം, അതായത് ഈ സീറ്റിൻ്റെ ഒരു ഭാഗമാണ് ഊരി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട ഇവിടെ ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ ഇതും നമുക്ക് ഈസി ആയിട്ട് ഊരി വെക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ 5 സീറ്ററായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ലഗേജ് വെക്കുക എന്നുള്ളതൊരു വിഷയമല്ല കേട്ടോ. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് നമ്മൾ ഈ ഒരു ഗാഡിയിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് അവിടെ സെറ്റായി. 7 സീറ്ററാണ്, ബൂട്ട് സ്പേസും വേണം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിന് വെക്കണ ഒരു സ്പേസ് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ വളരെ അടിപൊളിയായിട്ട് അത് താഴെ ഡീൽ ചെയ്തിട്ടുണ്ട്. താഴെയാണ് വളരെ സെക്യൂറായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. റിയർ സൈഡ് വ്യൂവിൽ 2 കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കുറച്ചുകൂടി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോയിലറും വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് സ്പീഡിലൊക്കെ നമുക്ക് ഒന്നുകൂടി എയറോഡൈനാമിക്കലി അടിപൊളിയായിട്ടുള്ള ഡിസൈനാന്ന് പറയാം. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അതിൻ്റെ കീ എന്ന് പറയുന്നത് കീ കണ്ട ജസ്റ്റ് ഒരു ATM കാർഡ് പോലെയൊക്കെ തന്നെ ഉള്ളൂ. അതിൻ്റെ കുറച്ചുകൂടി കട്ടിയുണ്ടെന്നുള്ളൂ. വളരെ എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ ചെയ്യാനും എല്ലാം കൊണ്ടും വളരെ എളുപ്പമാണ്. നമുക്ക് പോക്കറ്റിലിട്ടാലും ഇങ്ങനെ ബൾജ് നിൽക്കുക അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല. പിന്നെ ഇത് ടോപ്പ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ കീ ജസ്റ്റ് വണ്ടിയുടെ ഉണ്ടായാൽ മതി. നമുക്ക് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇത് പോക്കറ്റിലിട്ട് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. നമ്മൾ ഇതിൻ്റെ എഞ്ചിൻ സൈഡാണ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് നമുക്ക് വരുന്നത്. ബോണറ്റ് അത്യാവശ്യം നല്ല ഹെവിയറാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ 999cc ഉള്ള നമ്മുടെ അടിപൊളി എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മുടെ കൈഗറിൻ്റെ ആ ഒരു വാഹനത്തിലൊക്കെ ഈ ഒരു സെയിം എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ്ലി പാക്കഡ് ആയിട്ടാണ് നമ്മുടെ റെനോ ഈ ഒരു സംഭവത്തിൽ ചെയ്തിട്ടുള്ളത്. പവർ ഫിഗേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് 6250 RPM നമുക്ക് 70 PS പവർ വരുന്നുണ്ട്. അതുപോലെ 3500 RPM നമുക്ക് 96 Nm ടോർക്കും വരുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. പിന്നെ ഇതിന് ടർബോ വേരിയൻസ് ഒക്കെ നമുക്ക് കൈഗറിൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലാണ്. ഒരു 100 PS പവറും അതുപോലെ ഒരു 160 Nm ടോർക്കൊക്കെ അതിൽ വരുന്നുണ്ട്, കുറച്ചുകൂടി ടർബോ ആയതുകൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഇവിടെ ഒരു എഞ്ചിൻ റൂം ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നതേ നമ്മുടെ ട്രൈബറിൻ്റെ RXZ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റെ ഉള്ളിലാണ്. ഞാൻ ഓരോ തവണ ഈ വേരിയൻ്റ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ എല്ലാത്തിലും നമുക്ക് ഈ ഒരു സെയിം ഫീച്ചേഴ്സ് അല്ല വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേരിയൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയണത്. ഇത് നമുക്ക് മാനുവലാണ് വരുന്നത്. മാനുവലിൽ നമുക്ക് RXZ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് മോഡലാണ്. അത് മാനുവലിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലാണ്. അതിനെന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത് നോക്കാം. നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറർ കൺട്രോൾസ് കൂടി ഉണ്ട്. താഴെ നമുക്ക് ലൈറ്റിൻ്റെ ഒരു കൺട്രോൾ സൈറ്റും താഴെയായിട്ട് വരുന്നുണ്ട്.
AC വെൻസുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനിൽ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് നല്ലൊരു ഡിസ്പ്ലേ ആണ്, TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ടോപ്പ് മോഡലായതുകൊണ്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ബട്ടൺ അടിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. ഇതിൻ്റെ താഴെയുള്ള മോഡലുകളിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു മോഡലിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇങ്ങനെയാണ് വരുന്നത്. നല്ല അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഡെപ്തിലിരിക്കുന്ന പോലത്തെ തോന്നുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ളിൽ പോയിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഒരു സ്പോർട്ടി ആയിട്ടുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം വളരെ സ്പോർട്ടി ആയിട്ട് തോന്നി. ഇനി സ്റ്റിയറിങ്ങിലേക്ക് വരാം. സ്റ്റിയറിങ് വളരെ ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്, പക്ഷേ ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അതിൽ നമുക്ക് ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെതായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ റെനോൾഡിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട് സീറ്റിൽ ഇവിടെയായിട്ട് 2 എയർ ബാഗ്സ് വരും. പിന്നെ സൈഡിൽ നിന്ന് നമുക്ക് എയർ ബാഗ് വരുന്ന സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം 9 ഇഞ്ചിൻ്റെ വളരെ അടിപൊളി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. ഞാനിവിടെ സോങ് വെച്ച് കാണിക്കുന്നില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല മ്യൂസിക് ക്വാളിറ്റിയാണ് ഞങ്ങൾ വരുമ്പോഴൊക്കെ പ്ലേ ചെയ്തു. ഇനി തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ഹസാർഡ് സ്വിച്ച് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡീഫോഗർ സെറ്റിംഗ് ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. താഴെ നമുക്ക് AC കൺട്രോൾസ് കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് സെറ്റപ്പ് ഉണ്ട്. വേണമെങ്കിൽ USB ഉണ്ട്. ഓക്സ് കേബിളും കാര്യങ്ങളൊക്കെ വെക്കാം. വയർലെസ് ചാർജിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്. അടിപൊളിയാണ്. നമ്മൾ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വെച്ചാൽ മാത്രം മതി. അടിപൊളിയായിട്ട് നമുക്ക് വയർലെസ് ചാർജ് ചെയ്തുകൊണ്ട് പോകാം. റിസ്ക് ഇല്ല, ചാർജിങ് തീർന്നുള്ള പ്രശ്നമില്ല. മാനുവലാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗിയർ നോബ് ഉണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് കേട്ടോ. കണ്ട, നമുക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ബിവറേജസ് ഒക്കെ വെച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 2 ട്വിൻ ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീറ്റിൻ്റെ താഴെ ഇവിടെയും അതുപോലെ ഫ്രണ്ട് സീറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഹാൻഡിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്, ഡോർ ഹോൾഡ് ചെയ്യാനുള്ള. ഇവിടെ നമുക്ക് പവർ കൺട്രോൾസ്, ഇതൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയറിൽ നിന്ന് വരുന്നത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഈ റോയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ബാക്കിലത്തെ റോയിലും സ്പേസ് ഉണ്ട്. സോ അങ്ങനെ 7 പേരെ വെച്ച് പോകാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി സസ്പെൻഷനുള്ള, നല്ല ബ്രേക്കിംഗ് ഉള്ള, നല്ല സ്റ്റിയറിംഗ് ഉള്ള, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാക്ക് റോ ഒഴികെ ബാക്കിയെല്ലാം സമൃദ്ധി സ്പേസ് ആണ്. ബാക്ക് റോയിൽ മാത്രമാണ് ആ ഒരു ലിമിറ്റേഷൻ. അത് ഈ ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ് ലിമിറ്റേഷനിലുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് ആ ഒരു ഇപ്പോൾ ഒരു ഫാമിലി നോക്കുമ്പോൾ പല സൈസുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ലോ സൈസുള്ള ആൾക്കാർക്ക് ബാക്കിലിരിക്കാം. കുറച്ച് തടി കൂടി അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് നമുക്ക് ഫ്രണ്ടിൽ യൂസ് ചെയ്യാം. വളരെ മനോഹരമായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു വാഹനമാണ്. ഇൻറ്റീരിയറും ആ ഒരു പ്രൈസിന് വേർത്തായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പല കമ്പനിക്കാർ കട്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ ഇത് കണ്ടു പഠിക്കുക. അത്യാവശ്യം ഈ ഒരു കോസ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ, അതുപോലെ ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ച പോലെ കീ, അതേപോലെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, TFT ഡിസ്പ്ലേ, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു നല്ലൊരു വാഹനമാണ്. പ്ലസ് 4 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഇനി ലെഗ് സ്പേസ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം സീറ്റ് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ആ സീറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. 40-60 ആണ് സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് എൻ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ, ചെറിയ വാഹനമാണെന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഒറ്റ ക്ലിക്ക് കണ്ട സീറ്റ് അതിൻ്റെ പാട്ടിന് പോയി. വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് കാല് വെച്ചിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് ഇരുന്ന് നോക്കാം. ഇരുന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇത് തിരിച്ച് നമ്മുടെ സീറ്റ് വയ്ക്കാം. ഇവിടെ നമുക്ക് AC വെൻസ് നോക്കുകയാണെങ്കിൽ ഇത് ഈ പില്ലറിൻ്റെ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഇനി തേർഡ് റോയിലും നമുക്ക് AC വെൻസ് ഉണ്ട്. കണ്ട, ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള AC വെൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല കൂളിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഹെഡ് റൂമാണ് ഏറ്റവും അടിപൊളിയായിട്ട് പറയാനുള്ളത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിയർ സീറ്റിലായിട്ടായിരിക്കണേ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന മാതിരില്ല. ഞാൻ കാല് കുറച്ച് നീളം കൂടുതലായിരുന്നു. കാല് അധികം ലെഗ് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അത് സത്യാവസ്ഥ പറയാനല്ലോ. പക്ഷേ കുറച്ച് ചെറിയ ആൾക്കാരാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് കാലിൽ കേസിലിരിക്കാം. ഇനി ഇരിക്കേണ്ട കേസ് നമുക്ക് ആ ഒരു ചില വണ്ടികളൊക്കെ ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് ഒരു സഫോക്കേഷൻ ഉണ്ടാവും. ആ സംഭവം ഈ വാഹനത്തിനില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ, ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഹൈറ്റാണ്. കണ്ട, ഇവിടെ വളരെ കൂടുതലാണ്. ഇവിടെ വളരെ കൂടുതലാണ്. ഈ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റ് കൂടുതൽ. കാരണം നമ്മൾ പുറത്ത് നോക്കിയപ്പോൾ കണ്ടു ആ വണ്ടിയുടെ ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയ പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ 2 പേർക്ക് വളരെ സുഖമായിട്ടിരിക്കട്ടെ. 2 പേർക്ക് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇരിക്കാം. കാരണം ഇത്രയും സീറ്റ് സെക്കൻഡ് റോയിലുള്ള വാഹനങ്ങൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. ഞാൻ വലിയ വാഹനങ്ങൾ, അതായത് ഇന്നോവ പോലുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. കാരണം ഇന്നോവ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു വാഹനം തന്നെയാണ്, വേറെ സെഗ്മെൻറ്റാണ്. അതിന് അത്ര പ്രൈസ് കൊടുക്കണം. 10-25 ലക്ഷത്തിന് മേലെ പ്രൈസ് കൊടുക്കണം. ഇതിൻ്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് പറയാനുള്ളത്. ഏറ്റവും ബാക്കിലെ റോ എന്ന് പറയുന്നത് കംഫർട്ടബിളാണ്, ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, സെറ്റാണ്. വണ്ടി സ്റ്റാർട്ടായിരിക്കണം. നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ടുള്ള ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ പറയട്ടെ, വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഇതൊരു 7 സീറ്റർ ആണെങ്കിൽ കൂടി ചെറിയൊരു വാഹനം എന്നുള്ള രീതിയിൽ സ്പേസ് കുറവുണ്ടോ എന്നുള്ളൊരു തോന്നലൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല, വളരെ വലിയൊരു വാഹനം ഓടിക്കുന്ന പോലെ തന്നെയാണ്. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട്. ലെഗിൻ്റെ അവിടെയുള്ള ക്ലിയറൻസ് നോക്കുകയാണെങ്കിലും നമ്മളിരിക്കുന്ന ആ ഒരു സീറ്റിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിലും നമ്മുടെ ഹെഡ് റൂം നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലാണ് ഈ വണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ വണ്ടി ഓടിക്കണേക്ക് മുന്നേ വണ്ടിയുടെ ഉള്ളിൽ കയറുന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് കിട്ടിയത്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പിന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ റെനോൾട്ടിൻ്റെ ഡസ്റ്ററിലൊക്കെ വന്നിരുന്ന പോലെ ആ ഒരു സ്പോഞ്ച് ആയിട്ടുള്ള ആ ഒരു സസ്പെൻഷൻ, അതിൻ്റെ ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഈ ഒരു വണ്ടിയിലും കിട്ടുന്നത്. അത്യാവശ്യം നല്ലൊരു റഫായിട്ടുള്ള റൂട്ട് കൂടെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് വലിയ ഫീഡ്ബാക്ക് ഒന്നും വരുന്നില്ല. അതും നമ്മളിപ്പോൾ 2 പേരെ വെച്ചിട്ടാണ് പോണത്. ഞാൻ വിചാരിച്ചു വെയിറ്റ് ഉള്ളപ്പോൾ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ വെയിറ്റ് ഇല്ലാത്ത 2 പേര് വെച്ച് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് അടിപൊളിയാണ്. ത്രോട്ടിൽ റെസ്പോൺസ് ഫസ്റ്റ് ഗിയറിന് ശേഷമുള്ള ഓരോ ഗിയറിലും നമുക്ക് ഒരു നോർമൽ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സ്പീഡൊക്കെ വളരെ സ്മൂത്തായിട്ട് കയറുന്നുണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റിയറിങ് നല്ല സ്മൂത്താണ്. ഓൾറെഡി നമ്മുടെ റെനോൾട്ട് ഡസ്റ്ററിലൊക്കെ അതേപോലെ തന്നെയാണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് സൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറച്ച് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കണേ. ആ ഒരു ചോദ്യത്തിന് ഒരുപാട് യൂട്യൂബേഴ്സ് ഓൾറെഡി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. டஸ்டர் காலத்துல இருந்தே சஸ்பென்ஷன்ல ரெனோ வந்து சூப்பரா தான் பண்ணுவாங்க. குட் ரைட் குவாலிட்டி ஆக்சுவலி. ஆமா, ரைட் குவாலிட்டி வேற லெவல்ல பண்ணுவாங்க. அந்த வகையில 7 பேர் വെച്ചിട്ടുമേ ദിസ് വണ്ടി ഈസ് റിയലി ഗുഡ്. ഒരു തരത്തിലും അങ്ങനെ ഒരു കയറ്റം കയറാതിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഈ വണ്ടിക്ക് വരില്ല. അതുപോലെയാണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 7 പേരെ വെച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിലും കുറച്ച് ഫാസ്റ്റ് കുറഞ്ഞിട്ട് നമ്മൾ പോകേണ്ടി വരും, കുറച്ച് ആക്സലറേഷൻ കുറച്ചിട്ടായിരിക്കും പോകേണ്ടി വരും. പക്ഷേ പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ വണ്ടിയിൽ വരുന്നില്ല. അതിനെ പറ്റിയിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഓവറോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. ഇനി നമുക്ക് വണ്ടീനെ പറ്റിയിട്ട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് എനിക്കുള്ള അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. അതിന് പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ആദ്യമൊക്കെ ഈ വാഹനം റോട്ടിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു 1000 cc വെച്ചിട്ട് എങ്ങനെയാണ് ഒരു 7 സീറ്ററിന് ഓടാൻ പറ്റുക എന്നുള്ളത്. എന്നാൽ ഈ ഒരു വാഹനം ഓടിച്ച ടൈമിൽ എൻ്റെ എല്ലാവിധ തോട്ട്സുകളും മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം പെർഫോമൻസ് കാഴ്ചവെച്ചത്. എന്ന് വെച്ച് ഈ ഒരു വാഹനം ഭയങ്കര ഡ്രൈവിംഗ് ഫണ്ണുള്ള ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു വാഹനമാണെന്നല്ല ഞാൻ പറയണത്. പക്ഷേ ഒരു 7 സീറ്റർ വണ്ടിയിൽ ഫുള്ളി ലോഡഡ് ആയിട്ട് പോലും അത്യാവശ്യം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. 1000 cc ആണ് ഉള്ളതെന്നുണ്ടെങ്കിലും അതിൻ്റെ എഞ്ചിൻ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മെയിനായിട്ട് നമുക്ക് 4 മോഡൽസാണ് വരുന്നത്. ഒന്ന് RXL, RXE, RXT, RXZ. ഇതിൽ RXZ ആണ് ടോപ്പ് മോഡൽ. അതിൽ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. നമ്മുടെ മുന്നിലുള്ളത് ഈ ഒരു കളർ എന്ന് പറയുന്നത് മൂൺലൈറ്റ് സിൽവറാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. 7 സീറ്റുള്ള കാര്യം പറയുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ 7 പേരെ വെച്ചിട്ട് പോവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് ഫണ്ണോട് ഡ്രൈവ് നേരം ഓടിക്കാൻ പറ്റും. ഒരു ഫാമിലി മാക്സിമം 6 പേരെയും കയറ്റി പ്ലസ് ഒരു അതിൽ ചിലപ്പോൾ 2 പിള്ളേരായിരിക്കും, പ്ലസ് നമ്മൾ ലഗേജ് വേണമെങ്കിൽ നമുക്ക് സീറ്റിൽ തന്നെ വെക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിൽ വളരെ അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കളേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. ഈ സ്ക്രീനിൽ കാണുന്നതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. എല്ലാ കളേഴ്സും ഒന്നിനൊന്നിനും വെച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളാണ് അടുത്ത എൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. സേഫ്റ്റി വൈസ് നോക്കുമ്പോൾ നമുക്കിതിന് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള പല ബ്രാൻഡുകളും ഇവരെ കണ്ട് പഠിക്കണം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 7 സീറ്റർ കൊടുക്കുന്നുണ്ട്, പ്ലസ് 4 സ്റ്റാർ സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനം അടിപൊളിയാണ്. ട്രാക്ഷൻ കൺട്രോൾസ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്കലി സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ കുറേ കാലമായിട്ട് നിസാൻ്റെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു വേൾഡ് ക്ലാസ് ബ്രാൻഡായിട്ടുള്ള നിസാൻ തന്നെയാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. സർവീസ് സെൻറ്ററുകൾ നമുക്ക് മേ ബി ലിമിറ്റഡ് ആയിരിക്കാം, പക്ഷേ ഈ ഒരു വാഹനത്തിനൊന്നും വലിയ സർവീസുകൾ വരുന്നില്ല. 10,000 റേഞ്ചിലൊക്കെയാണ് നമുക്ക് സർവീസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എപ്പോഴും സർവീസ് ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു സർവീസ് സെൻറ്റർ വരെ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇനിയാണ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് കിടക്കണം കേട്ടോ. ഇത്രയും നേരം നിങ്ങൾ തന്നെ വാച്ചിങ്ങിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ലാസ്റ്റിലേക്ക് വെച്ചത്. ഈ ഒരു മോഡലിന് ഇത് ഡ്യുവൽ ടോൺ ആണ്, ഏറ്റവും പുതിയ മോഡലായിട്ട് പറഞ്ഞ മോഡലാണ്. ഈ ഒരു മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 10,20,000 ഇനി ഇതേ ഫീച്ചേഴ്സ് ഉള്ള സാധാരണ, അതായത് ഡുവൽ ടോൺ ഇല്ലാത്ത ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ അതിന് 9,90,000 വരുന്നത്. ഇനി ഇതിന്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യണത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റോഡ്
7,30,000 അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബേസ് മോഡൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അഡീഷണൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കാരണം അത്രയും ലോ പ്രൈസിലാണ് നമുക്ക് 7 സീറ്റർ തരുന്നത്. ഓരോ ആൾക്കാർക്ക് ഓരോ ലക്ഷം വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 7 സീറ്റർ വാഹനം കിട്ടും. സോ നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരെയും സൈനിങ് ഓഫ് ജിനോടെക്.